എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖ സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായിത്തീരുവാൻ സർവശക്തൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ തിരക്കുടിച്ച ജീവിത രീതി ഇതുകൊണ്ട് തന്നെ ഭക്ഷണം, ഉറക്കം, അതുപോലെ തന്നെ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ എന്നിവ കാര്യങ്ങളോട് വേണ്ട രീതിയിൽ ചെയ്യാനും അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ വേണ്ട രീതിയിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്തതും എക്സസൈസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതും അനാരോഗ്യാവസ്ഥയിലേക്ക് രോഗങ്ങൾ പിടിപെടാൻ സാഹചര്യത്തിലേക്ക് മുന്നോട്ട് നയിക്കുകയാണ്. അതുപോലെ തന്നെ ശുദ്ധമായ ആഹാരം കഴിക്കാൻ ഇടവരുന്നില്ല, സസ്യാഹാരം കഴിക്കുക, അതോടൊപ്പം തന്നെ സാത്വികമായ ഫുഡ്, ആവശ്യത്തിനുള്ള ഫുഡ്, സമീകൃതമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, മൈക്രോന്യൂട്രിയൻസ്, മാക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി പോരായ്കയാണ് പല അസുഖങ്ങൾക്കും കാരണമാകുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീൻ വേണ്ട അളവിൽ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സ്റ്റാർച്ച് കൂടുതൽ കഴിക്കുന്നു. വിവിധ രീതിയിലുള്ള സ്റ്റാർച്ച്, ജങ്ക് ഫുഡുകൾ, ബേക്കറി ഐറ്റംസ്, ആർട്ടിഫിഷ്യൽ ഫുഡ്, ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അമിതമായി ഉപയോഗിക്കുന്നതും അനാരോഗ്യാവസ്ഥയ്ക്ക് കാരണമായി തീർന്നു. അതോടൊപ്പം തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ വേണ്ടപ്പോഴും വേണ്ടാത്തപ്പോഴും അത്യാവശ്യത്തിനും അനാവശ്യമായിട്ടും അത് കൂടുതൽ കഴിച്ചുകൊണ്ടും അനാരോഗ്യാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കാതെ തന്നെ ഇന്നത്തെ കാലത്ത് അസുഖങ്ങൾ പിടിപെടുക, അതോടൊപ്പം തന്നെ പെട്ടെന്നാണ് മാരക രോഗങ്ങളെ കണ്ടുപിടിക്കുക, ക്രിട്ടിക്കൽ ഇൽനെസ്സിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിൽ അതൊരു ബാധ്യതയാകുക, അല്ലെങ്കിൽ അതിനെ തുടർന്ന് നിരന്തരം ചികിത്സിക്കേണ്ടി വരുന്ന അതൊരു കടബാധ്യതയിലേക്ക് പോകാൻ, നിരന്തരം ചികിത്സയിലേക്ക് പോകാൻ, ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ പോകുന്നത് പരിഹരിക്കുന്നതിലേക്കാണ് നമ്മൾ മെഡിക്ലെയിം അല്ലെങ്കിൽ ഹെൽത്ത് പോളിസികൾ, ആക്സിഡൻറ്റ് പോളിസികളൊക്കെ എടുത്തു വയ്ക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ആ ആക്സിഡൻറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അതിനെയും ഓവർകം ചെയ്യാൻ ഒരു ആക്സിഡൻറ്റ് പോളിസിയും അത്യാവശ്യമാണ്. ഇത് ഒരു കുടുംബനാഥനാണ് സംഭവിക്കുന്നതിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ദൈനംദിന ചിലവുകൾ, ഷുഗർ ഇവൻസ്, അതായത് ഇലക്ട്രിസിറ്റി ആകട്ടെ, വാട്ടർ ആകട്ടെ, ഫുഡ്, ഡ്രസ്സ്, മെയിൻ്റനൻസ്, EMI ലോണുകൾ, അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ കടക്കണയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതൊരു ബാധ്യതയിലേക്ക് പോകുന്നു, പെൻഡിങ് വരുന്നു. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള ഫീസ്, അതല്ലെങ്കിൽ ഡ്രസ്സ്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, അങ്ങനെ നിരവധി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ബാധ്യതയോ കടമോ കടക്കണിയോ ഒക്കെ പോകുന്നതിനെ ഓവർകം ചെയ്യുന്നതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള, തീർച്ചയായിട്ടും ബ്രെഡ് ആൻഡ് വിന്നറായ ഒരു വ്യക്തി തീർച്ചയായിട്ടും എടുത്തിരിക്കുക. ഫാമിലി ഫ്ലോട്ടറായിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട്, ചെറുതോ വലുതോ അല്ലെങ്കിൽ സാമ്പത്തിക നിലവാരം അനുസരിച്ചുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ട് ആ വ്യക്തിനെ ആശ്രയിക്കുന്നവരുടെയും ബാധ്യത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിന് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ പോളിസിയിൽ അംഗമായിക്കൊണ്ട് നമ്മുടെ ആരോഗ്യ സുരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ എക്സ്പെൻസിനെ ഓവർകം ചെയ്യുന്നതിലേക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് നമ്മളെല്ലാവരും എടുത്തിരിക്കേണ്ടതാണ്. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ആ വ്യക്തി തന്നെയല്ല, വ്യക്തിനെ ആശ്രയിക്കുന്നവർക്കും അവരിൽ മുഖേന ഉണ്ടാകുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ലോൺ എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ബാധ്യതയായി തീരുന്നതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ടതായിട്ട് നമുക്ക് സാധ്യമാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തുടർന്ന് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എന്താണ് ഒരു പോളിസി എടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബാബു പണിക്കശ്ശേരി എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ പല ഭാഗങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് വരുന്നവരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.